കനത്ത വേനലിൽ കാസർഗോഡ് ജില്ലയിലെ പല മേഖലകളിലും കിണറുകളും തോടുകളും പുഴകളും വറ്റിവരണ്ട നിലയിലാണ്. പുത്തിക പഞ്ചായത്തിലെ പുത്തിക പുഴയും ചെറിയ പുഴയും തിരിച്ചറിയാനാവാത്ത വിധം മാറിപ്പോയിരിക്കുന്നു. അടുത്ത ആഴ്ച മുതൽ കുടിവെള്ള വിതരണത്തിനൊരുങ്ങുകയാണ് ത്രിതല പഞ്ചായത്തുകൾ. 37 ഡിഗ്രിയാണ് ജില്ലയിലെ താപനില നിലവിലെ സാഹചര്യത്തിൽ. ഈ ഗ്രാമത്തിൽ ഒരു പുഴയുണ്ടായിരുന്നു. പുഴകളുടെ പേര് പലതാണ്. പുത്തിക, സിറിയ, അങ്ങനെ പലത്. 2 മാസം മുൻപ് നിറഞ്ഞു കവിഞ്ഞ് കലങ്ങിയൊഴുകിയ പുഴ ഒരു അടയാളം മാത്രമായി മാറിയിരിക്കുകയാണ് ഈ വേനൽ കടുപ്പത്തിൽ. കാസർഗോഡ് ജില്ലയിലെ പുത്തിക പഞ്ചായത്തിലാണ് പുഴകൾ പൂർണ്ണമായും വറ്റിവരേണ്ടത്. വലിയ വീതിയുള്ള പുഴ മഴക്കാലങ്ങളിൽ രൗദ്രഭാവം പൂണ്ട് ഒഴുകുന്ന പുഴ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇത് സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരുന്ന പുഴയാണ്. ഇപ്പോൾ ഒരു മാർച്ച് മാസമാകുമ്പോൾ വറ്റി വരണ്ട്. മെയ് മാസം വരെ ഇതേ അവസ്ഥയാണ്. അത് കുറേ വർഷങ്ങളായി ഇതുപോലെ തന്നെയാണ്. പഞ്ചായത്തിൽ കുറേ ജലനിധിയുടെ പദ്ധതി ഈ പുഴയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അത് വന്നതിന് ശേഷം കുടിവെള്ള പ്രശ്നവും ഒരു തരം വരെ പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും പ്രാവശ്യത്തെ കുറച്ച് വരൾച്ച കൂടുതൽ തന്നെയാണ്. അപ്പം ഈ പുഴ മാത്രമൊന്നുമല്ല, തൊട്ടടുക്കുന്ന അപ്പുറം പുഴയും മൊത്തത്തിൽ എല്ലാ പുഴയും ഇതുപോലെ തന്നെയാണ്. കുറേ കർഷകരൊക്കെ പുഴയിൽ നിന്ന് വെള്ളം എടുക്കുന്നത് കൊണ്ട് കൃഷി നശിക്കാതെ പോകുന്നുണ്ട്. പഞ്ചായത്തിലെ കിണറുകളിലെ വെള്ളമെല്ലാം തന്നെ വറ്റിപ്പോയിരിക്കുന്നു. ഇപ്പോൾ പുഴയിലെ കിണറുകളിൽ സ്ഥാപിച്ച ജലനിധിയുടെയും മറ്റും പദ്ധതികളിൽ നിന്നാണ് പഞ്ചായത്തിലെ വീടുകളിൽ കുടിവെള്ളം എത്തുന്നത്. പക്ഷേ വേനൽ ഇങ്ങനെ കടുത്താൽ അത് എത്ര നാളെന്ന ആശങ്കയുണ്ട് നാട്ടുകാർക്ക്. വാഹനത്തിൽ വെള്ളമെത്തിച്ച് കുടിവെള്ളക്ഷാമത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലയിലെ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികൾ. വേനലിന്റെ കാഠിന്യം കൂടുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് 50 മീറ്റർ സമൃദ്ധമായി ഒഴുകിയിരുന്ന പുത്തികപ്പുഴയുടെ നടുവിലാണ്. പൂർണ്ണമായും വറ്റിവരണ്ട പുത്തികപ്പുഴ. ഇത് മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഒന്ന് മാത്രം. കാസർഗോഡ് പുത്തികയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജെറിനൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.